ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നേന്ത്രപ്പഴം കൊണ്ട് പഴം നുറുക്ക് എന്ന് പറയും, പഴം വരട്ടി എന്ന് പറയും. അപ്പോൾ ഈ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തുടഞ്ഞ പോലത്തെയല്ല. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ചുക്ക് ഏലക്കായും കൂടി പൊടിച്ചത്, പിന്നെ നെയ്യ്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ട സാധനം. അപ്പോൾ ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതൊന്നാണ് ഈ പഴം നുറുക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് മര്യാദയ്ക്ക് കാണുമല്ലോ. പഴം തോട് പൊളിച്ച് മര്യാദയ്ക്ക് ഞാൻ ഇട്ടിട്ട് വെക്കാം. 4 പഴമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, 4 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. 2 3 4 എണ്ണം കണ്ടല്ലോ. ഇനി എന്നിട്ട് ഒരേ വലുപ്പത്തിൽ നമുക്ക് മുറിച്ചിട്ടെടുക്കണം. അതാണ് ഇതിൻ്റെ ഇത്. അപ്പം ഞാൻ എത്ര വണ്ണത്തിലാണ് മുറിക്കുന്നത് വെച്ചാൽ ഏകദേശം ഇതേ വണ്ണത്തിലാണ് ഞാൻ മുറിക്കുന്നത്. ഒരുപാട് വണ്ണത്തിലല്ല. ഇതിലും വണ്ണത്തിൽ വേണ്ടിയെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഞാൻ പക്ഷേ ഇത്ര വണ്ണത്തിലാണ് എടുക്കുന്നത്. എത്ര ഒരു കറുത്ത കുത്ത് പഴത്തിന്. അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇതേപോലെ മുറിച്ചെടുത്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. എല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്കിത് വേവിക്കണം. അപ്പോൾ ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യിൽ നമുക്ക് അണ്ടിപ്പരിപ്പിനെ വറുത്ത് കോരി എടുക്കാം. ചുവന്ന് വരുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. എന്നിട്ട് ഇതിലാണ് നമ്മൾ പഴം എടുത്തിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കും. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിനെ വേവിക്കും. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുക വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അണ്ടിപ്പരിപ്പെല്ലാം നല്ല ചുവന്ന് വന്നിട്ടുണ്ട്. ഞാനിത് പാത്രത്തിലേക്ക് മാറ്റട്ടെ. ഇനി നമുക്കതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം. ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം ബാറിൽ ഇളക്കിയിട്ട് ഇത് അരിച്ച പോലെ ആക്കാൻ പാടില്ല. അതൊന്ന് മെല്ലെ ഇളക്കാമെന്ന് പറയുന്നത്. ഒന്ന് നെയ്യിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് ഞാൻ തിളപ്പിച്ച വെള്ളം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഈ പഴത്തിനെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നല്ലോണം പഴം അതിൽ കിടന്ന് വേവട്ടെ. അടച്ച് വെക്കാം. നമുക്ക് അടച്ച് വെച്ച് വേവണം പഴം. അടച്ച് വെക്കട്ടെ. അടച്ച് വെച്ച് അപ്പം നമുക്ക് നോക്കാലോ. നമ്മളെ പഴം ഇതാ ഇവിടെ നല്ല റെഡിയായി വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെല്ലം ഒഴിച്ച് കൊടുക്കാം. വെല്ലം ഉരുക്കി വെച്ചിനല്ലോ, അത് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ.
ഇതെല്ലാം കൂടി ഇളക്കിയിട്ട് പഴം ഈ വെല്ലത്തിൻ്റെ അകത്ത് നല്ല വരണ്ട് വരട്ടെ. അതുവരെയും നമുക്ക് വീണ്ടും അടച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ തുറന്ന് നോക്കട്ടെ. നമ്മുടെ വെല്ലത്തിൻ്റെ അകത്ത് നമ്മളെ പഴം അങ്ങനെ വരണ്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി നമുക്ക് നമ്മളെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കട്ടെ. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തു. എല്ലാം കൂടി മിക്സ് ചെയ്യട്ടെ. വീണ്ടും അടച്ച് വെച്ചിട്ട് നല്ല ഇതിൻ്റെ അകത്ത് നമ്മളെ തേങ്ങാപ്പാലിൽ വെല്ലത്തിലെല്ലാം കുറുകി വരട്ടെ. എന്നിട്ട് നമുക്ക് എടുക്കാം. അടച്ചു വെക്കട്ടെ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം നമ്മളെ തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചിട്ട് എന്തായി. നല്ല വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചുക്കും ഏലക്കായൻ്റെ പൊടിയും ഇട്ട് കൊടുക്കാം. കുറച്ച് ചുക്കും ഏലക്കായൻ്റെ പൊടിയും എന്നിട്ടെല്ലാം കൂടി മിക്സാക്കുക. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ ഞാൻ. കുറച്ച് നെയ്യും കൂടി വറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം റെഡിയായി. എന്നിട്ട് നമുക്ക് വാങ്ങി പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. കുറച്ചും കൂടി ഞാൻ നെയ്യ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴം നുറുക്ക് അഥവാ പഴം വരട്ടിയത് ഇവിടെ റെഡിയായി. കണ്ടോ, ഇതാ നല്ല ഇതാ. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. നമുക്കിനി കശുവണ്ടി ഇട്ട് കൊടുക്കണം. പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാ ഇതാ കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല അടിപൊളിയായിട്ട് വരണ്ട് വന്നിട്ട് കണ്ടില്ലേ. ഇതാ ഞാൻ പാത്രത്തിലാക്കിയിട്ട് കാണിച്ചു തരാം. തീ ഓഫാക്കിയേ. ഞാൻ പാത്രത്തിൽ മാറ്റട്ടെ. ഇതാ ഇപ്പം ഞാനെല്ലാം വിളമ്പട്ടെ. അപ്പം ഇതാ നമ്മുടെ പഴം നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഞാൻ ഇത് കുറച്ചെടുത്ത് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.